ഏതായാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ബി.ജെ.പിക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഇത് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ മാറ്റത്തിന്റെ സൂചനയാകുമെന്നാണ് വിലയിരുത്തൽ. ഹരിയാന ജമ്മു കാശ്മീർ ഫലങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സ്വാധീനമാകും. PR സുനിൽ ഞങ്ങളുടെ റീജിയണൽ എഡിറ്റർ ചേരുന്നു വിവരങ്ങളുമായി. സുനിൽ, ഏറെ നിർണായകമായ ഒരു മാറ്റം ഉണ്ടാകുന്നു വടക്കൻ മേഖലയിൽ എന്ന് തന്നെയാണോ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരും എന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരുന്നു. ഏതായാലും ചൊവ്വാഴ്ചയായിരിക്കും ഫലപ്രഖ്യാപനം. എങ്കിൽ പോലും ഒരു മാറ്റത്തിന്റെ കാറ്റു വീശുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ, അല്ലേ? വിനീത, ബി.ജെ.പിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സൂചനകൾ തന്നെയാണ് ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തുവരുന്നത്. ഹരിയാനയിൽ ബി.ജെ.പി തകർന്നടിയും എന്നാണ് ഇതുവരെ പുറത്തുവന്ന ഏതാണ്ട് എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നത്. കോൺഗ്രസ് വലിയ മുന്നേറ്റം ഹരിയാനയിൽ ഉണ്ടാക്കും. 90-ൽ ഏതാണ്ട് 60 സീറ്റ് വരെ കോൺഗ്രസ് നേടും എന്നാണ് ഏതാണ്ട് എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് 25 മുതൽ 30 സീറ്റ് വരെ കിട്ടാമെന്നും സർവേകൾ പറയുന്നു. ഏതായാലും 2014-ൽ വലിയ മുന്നേറ്റമുണ്ടാക്കി ചരിത്രം കുറിച്ചാണ് ഹരിയാനയിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കേവല ഭൂരിപക്ഷം തികയ്ക്കാനായില്ലെങ്കിൽ പോലും ജെ.ജെ.പിയുടെ സഹകരണത്തോടുകൂടി സർക്കാർ ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. എന്നാൽ 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഹരിയാനയിൽ തകർന്നടിയുമെന്ന് എല്ലാ സർവേകളും പറയുന്നു. ജമ്മു കാശ്മീരിൽ 370 അനുച്ഛേദം റദ്ദാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യമായ പ്രതീക്ഷകൾ വേണ്ട എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ജമ്മു മേഖലയിൽ ഏതാണ്ട് 30 സീറ്റ് വരെ ബി.ജെ.പിക്ക് കിട്ടാം. ഏതായാലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തന്നെയാണ് ജമ്മു കാശ്മീരിൽ വലിയ ശക്തിയായി ഉയർന്നു വരാൻ പോകുന്നത്. അങ്ങനെ ബി.ജെ.പി അല്ലാത്ത മറ്റെല്ലാ പാർട്ടികളും ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത ജമ്മു കാശ്മീരിലും കാണുകയാണ്. അങ്ങനെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ആശ്വസിക്കാൻ വകയില്ല. ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനകൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ നൽകുകയാണ്. ഏതായാലും ഇനി ഈ വർഷം ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അടുത്ത വർഷം ദില്ലിയിലും ബീഹാറിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ദേശീയ രാഷ്ട്രീയം തന്നെ മാറുന്നതിന്റെ സൂചന ഒരുപക്ഷെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലവും ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ നൽകിയാൽ തീർച്ചയായും അത് വലിയ ചലനങ്ങൾ തന്നെ ദേശീയ തലത്തിൽ ഉണ്ടാക്കും, വലിയ മാറ്റങ്ങൾ തന്നെ ദേശീയ തലത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഓരോ 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തകർന്നടിയുന്നതാണ് രാജ്യം കണ്ടതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവിന്റെ സൂചന ഹരിയാന നൽകുന്നു, ജമ്മു കാശ്മീർ നൽകുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നിലം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അത് 2029-ൽ ദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റത്തിന്റെ സൂചനയാകും. ഏതായാലും 2014-ന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം കൊയ്ത് വോട്ടെണ്ണൽ ദിനത്തിന്റെ സന്ധ്യകളിൽ ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് നെഞ്ചുവിരിച്ചു വന്ന് പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന നരേന്ദ്രമോദിയെ ഇനി കാണാനാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശരി, ഏതായാലും ചൊവ്വാഴ്ചയാണ് ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് അനുകൂലമാണ് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് PR സുനിൽ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക്